ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവൻ്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. സത്യവേദ പുസ്തകം അങ്ങനെ എഴുതിയിരിക്കുന്നു. NIVയും വലിയ മാറ്റമൊന്നുമില്ലാതെ ഇങ്ങനെ എഴുതിയേക്കുന്നു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുന്ന് ദൈവസ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ 28-ാമത്തെ വാക്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മലയാളത്തിൽ ചിന്തിച്ച ഒരു കാര്യം മനസ്സിലാകും. ആണും പെണ്ണുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ ദൈവം അവരോട് പറഞ്ഞു, ഇപ്പം തൊട്ടങ്ങ് പെരുകിക്കൂ എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പം തൊട്ടങ്ങ് പെരുകി ഭൂമിയെ അങ്ങ് കീഴ്പ്പെടുത്തിക്കോ എന്നാണ് മലയാളം ബൈബിൾ. സത്യവേദ പുസ്തകത്തിൽ തെറ്റാ വാക്യം. NIVയിലും തെറ്റാത്. മൂലഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയേക്കുന്ന ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് ദം ആൻഡ് സെഡ് ടു ദം ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത് എന്നാണ് എഴുതിയേക്കുന്നത്. ആദ്യം പറയുന്നത് ബി ഫ്രൂട്ട്ഫുൾ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ ഫ്രൂട്ട്ഫുൾ എന്ന വാക്ക് ഇതിൻ്റെ മലയാളം വാക്ക് ഇതെഴുതിയവന്മാർക്ക് അറിയില്ലായിരുന്നോ? ബൈബിൾ സൊസൈറ്റിക്കാർക്ക് ഇന്നും ഇതിൻ്റെ അർത്ഥം അറിയില്ലയോ? ബി ഫ്രൂട്ട്ഫുൾ, ഇത് പെരുകുന്ന കാര്യം മാത്രമേ യുവമാർക്ക് മനസ്സിലായുള്ളൂ. ആ ഫ്രൂട്ട്ഫുൾ എന്നുള്ളതിൻ്റെ അർത്ഥം ഫലപ്രദമായ, ഫലസമൃദ്ധമായ, സഫലമായ, വളക്കൂറുള്ള എന്നൊക്കെയാണ് ഫ്രൂട്ട്ഫുൾ എന്നതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഡിക്ഷണറി അർത്ഥം. എന്നാൽ എങ്ങനെയാണെന്നറിയോ? ആത്മീയ അർത്ഥം, അതിൻ്റെ കറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഹെൽപ്പറായിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഇണയെ സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. സഹായി എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവരായിരിക്കണം, സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം, ആനന്ദം പകരുന്നവരായിരിക്കണം, സഹായി ആയിരിക്കണം. ഇങ്ങനെ ഒരു സഹായിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു അവസ്ഥയിലായി നിന്നതിന് ശേഷം പെരുകണം എന്നാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. സഹായി. ഇതെന്തുകൊണ്ട് മലയാളത്തിൽ അത് വന്നില്ല? മലയാളം വായിച്ച ഒറ്റ കാര്യം മനസ്സിലാവില്ല. എവിടെയെങ്കിലും രണ്ടുപേരെ അങ്ങ് സൃഷ്ടിച്ച ഒരാണും പെണ്ണും കണ്ടു അന്നേരം തന്നെ പെരുകിക്കോണം, പെരുകുക എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇതിനകത്ത് കൃത്യമായും കിടക്കുന്നത് ആംപ്ലിഫൈഡ് വേർഷനിലും മൂലഗ്രന്ഥങ്ങളും തമിഴ് ബൈബിളിലും ഒക്കെ കിടക്കുന്നത് ഫ്രൂട്ട്ഫുൾ എന്നാണ്. ഒന്നുകൂടെ അത് ആംപ്ലിഫൈഡ് ചെയ്ത് വായിക്കാം. ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് ദം ആൻഡ് സെഡ് ടു ദം, അനുഗ്രഹിച്ചു, അവരോട് പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എടുത്തങ്ങ് കളഞ്ഞു. സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ആനന്ദം പകരുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ പരസ്പരമായ ശേഷം മതി മൾട്ടിപ്ലിക്കേഷൻ, പെരുകുന്നത്. ഇതൊന്നും മലയാളത്തിൽ ഒരു ബൈബിളിലും ഇല്ല, VOCയിലും ഇല്ല, സത്യവേദ പുസ്തകത്തിലും ഇല്ല, NIVയിലും ഇല്ല, ഓശാനയിലും ഇല്ല, മാത്യു വർഗീസിൻ്റെ പുസ്തകത്തിലും ഇല്ല. അതൊക്കെ ഏറ്റവും പുതിയ വേർഷനുകൾ ഇറങ്ങിയതാണ്. സത്യവേദ പുസ്തകം സത്യം പറഞ്ഞാൽ 15 വർഷം മുമ്പ് 15 വർഷമാകുമ്പോൾ കണ്ടം ചെയ്യുന്ന പഴംവണ്ടി പോലെ എടുത്ത് ദൂരെ കളയേണ്ട കാലം കഴിഞ്ഞു. കേരളത്തിലെ പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ച് നല്ലൊരു വിഭാഗത്തിനും അതൊരു വിഗ്രഹമായി പോയതുകൊണ്ട്, ഇതേതാണ്ട് ഭയങ്കര ശരിയാണെന്ന് തോന്നിയതുകൊണ്ട്, ഈ ചുവന്ന ബൈബിളിനോടുള്ള അന്ധമായ വിരോധം മൂലം അവൻ ഇതെടുത്ത് വിഗ്രഹമായിട്ട് പൊത്തിപ്പിടിച്ചിരിക്കുക. ഇതിനകത്ത് എന്നൊക്കെ ഇല്ലെന്നുള്ളത് അവനോട്ട് അറിയത്തുമില്ല. അപ്പോൾ ഇതൊന്നും മലയാളം ബൈബിളിലില്ല. ഈ ഫ്രൂട്ട്ഫുൾ എന്നൊരൊറ്റ വാക്ക് മാറിക്കഴിയുമ്പോൾ കളി മാറി. ഞാനിപ്പോൾ ഇതിനോട് ചേർത്ത് ഒന്നുകൂടെ പറയാം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ നല്ലൊരു ശതമാനം ശുശ്രൂഷകരുടെയും ഭാര്യമാർക്ക് കഴിക്കുക, കുടിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, കെട്ടിയവന്മാരോട് വഴക്കുണ്ടാക്കുക. ഇതാണ് സത്യത്തിൽ. നിങ്ങൾ ശുശ്രൂഷകരൊക്കെ നോക്കിയോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് തന്നെ സ്ഥിതി.
90% വീട്ടിൽ ഇതാ സ്ഥിതി. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് ജീവിക്കേണ്ടത് കൊണ്ട് 4 പേർ അറിഞ്ഞാൽ മോശമാകുന്നതുകൊണ്ട് നിങ്ങളങ്ങ് വഴങ്ങി കൊടുക്കുക. കലഹം ഒഴിവാക്കാൻ അമ്മാമ്മമാരെ അഴിച്ചു വിടുക. എന്നാൽ പതനം പറയുന്നത് സഹായിക്കുന്നവനായിരിക്കണം, സന്തോഷിപ്പിക്കുന്നവനായിരിക്കണം, ആനന്ദം പകരുന്നവനായിരിക്കണം, സഹായി ആയിരിക്കണം എന്ന് എഴുതിയേക്കുന്നത്. അതാ ഫ്രൂട്ട്ഫുള്ള്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ രീതിയിൽ. എന്നാൽ അതിശക്തമായ ദൈവിക ജീവൻ മാറി ദുർബലമായ മനുഷ്യജീവിതം വന്നപ്പം മറ്റേ രീതിയിലോട്ടായി കാര്യങ്ങൾ. തിന്നുക, കുടിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വഴക്കുണ്ടാക്കുക എന്നുള്ള രീതിയിലോട്ട് മാറി. അനേക ശുശ്രൂഷകർക്ക് വീട്ടിൽ ചെല്ലാൻ തന്നെ പേടിയാണ്. ഈ റോഡുകളിൽ വണ്ടികൾ കൂടുതൽ ബ്ലോക്ക് ആക്കുന്നുണ്ടല്ലോ. ചില പ്രായമുള്ള അപ്പച്ചന്മാർ വണ്ടി ഓടിക്കുന്നവരാ. ഇവർ നേരത്തെ വീട്ടിൽ ചെന്ന പ്രശ്നമാണ്, അതുകൊണ്ട് ഇവർ വഴി കിടന്ന് സമയം കളയുമോ എങ്ങനെയും. പല വഴി ബ്ലോക്കിൻ്റെ യഥാർത്ഥ കാരണം അതാ. ഈ അതിശക്തമായ ദൈവിക ജീവൻ, ദൈവം കൊടുത്ത ജീവൻ ഇതുപോലെയുള്ളതായിരുന്നു, ഫ്രൂട്ട്ഫുള്ളായിരുന്നു. അത് ദുർബലമായ മനുഷ്യജീവിതനായി മാറി എന്ന് പറഞ്ഞാൽ ശക്തി പോയി. മാറ്റം വന്നപ്പോൾ ശക്തി പോയി. അതായത് ശക്തനായ അക്ഷയനായ ദൈവം അക്ഷയമായ ജീവനെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നു. അക്ഷയനായ ദൈവം അക്ഷയമായ ജീവനെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നു. മനുഷ്യൻ ശത്രുവായ സാത്താൻ്റെ വഞ്ചന നിമിത്തം ക്ഷയമുള്ളവനായി മാറി. ശത്രുവായ സാത്താൻ്റെ വഞ്ചന നിമിത്തം ക്ഷയമുള്ളവനായി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നിത്യജീവൻ അല്പജീവനായി മാറി. ദൈവം അക്ഷയനായി നിൽക്കുമ്പോൾ ഈ ക്ഷയിച്ചു പോകുന്ന മനുഷ്യജീവിതം ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായി ഒരു ദൈവിക പദ്ധതി, ജീവപദ്ധതി പിതാവായ ദൈവത്തിൻ്റെ ആസൂത്രണ പ്രകാരം അവൻ ക്ഷയമുള്ള മനുഷ്യൻ്റെ രൂപത്തിൽ മാറുവാൻ നിശ്ചയിച്ച് യജമാനനായ ദൈവത്തിൻ്റെ ആത്മാവ്, സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി സ്വർഗത്തിൽ വച്ചിട്ട് യജമാന രൂപം മാറ്റി അടിമയുടെ രൂപം എടുത്തു, ഭൂമി വന്നു. അതാ യേശുക്രിസ്തു ചെയ്തത്. എന്തിനാണെന്നറിയോ? ഉൽപ്പത്തി 1:28 ഈ ഫ്രൂട്ട്ഫുള്ളായി മൾട്ടിപ്ലൈ ആകേണ്ട അവസ്ഥ അവന് നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാൻ. മൾട്ടിപ്ലൈ രണ്ടാമത്തെയാ. ഈ ഫ്രൂട്ട്ഫുള്ളായി അവന് കൊടുത്ത അനുഗ്രഹം അതുപോലെയുള്ളത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമി വന്നത്. അത് കൃത്യമായി. അതുകൊണ്ട് അടിമ, പാപത്തിനടിമ, രോഗത്തിനടിമ, ശാപത്തിനടിമ, ലോകത്തിനടിമ, അങ്ങനെയായ മനുഷ്യനെ തിരിച്ചു പിടിക്കാൻ യേശുക്രിസ്തു ഭൂമിയിൽ ദാസനായിട്ട് വന്നു, അടിമയായിട്ട് വന്നു. വാക്യം വായിക്കാം, ഫിലിപ്പിയ ലേഖനം 2:6-7. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് ചിന്തിക്കാതെ ദാസവേഷം ധരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ ശൂന്യനാക്കി മനുഷ്യാകൃതിയിൽ കാണപ്പെട്ടു. അതായത് എഴുതിയേക്കുന്നത് എൻ്റെ, അതായത് മനുഷ്യൻ്റെ ശൂന്യത നിമിത്തം യേശുവും ശൂന്യനാകേണ്ടി വന്നു. മരണമില്ലാത്ത ദൈവം മരണത്തിന് അടിമപ്പെട്ടു. പിന്നീട് സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട്, അല്ലെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് മരണത്തെ ജയിച്ചു. ഇത് എനിക്ക് ഉൽപ്പത്തി 1:28 ദൈവം പറഞ്ഞ യഥാർത്ഥ ശക്തിയുള്ള ജീവിതം തിരികെ തരാൻ വേണ്ടിയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ മനുഷ്യന്, നമുക്ക് ഓരോരുത്തർക്കും. ഇതിനെയാണ് ജീവൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഈ ജീവൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് യേശു വന്നത്. ഈ ജീവൻ്റെ പദ്ധതിയിലേക്ക് നമ്മളാകുമ്പോൾ നേരെ ഫ്രൂട്ട്ഫുൾ എന്നുള്ളതല്ല, സഹായം, സന്തോഷം, ആനന്ദം, ഇതെല്ലാം പകരുന്ന ഒരു സഹായിയായി നമുക്കായിരിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ വാഴുവിൻ എന്ന് പറഞ്ഞത്. ഇപ്പം വാഴുകയല്ല ചെയ്യുന്നത്, ഒരഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അനേക ശുശ്രൂഷകർക്ക് ശക്തമായിട്ട് തങ്ങളുടെ വീട്ടിലെങ്കിലും കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ നട്ടല് വളഞ്ഞു പോവുക. പറഞ്ഞാൽ സമാധാനം പോവും, കലകം ഉണ്ടാവും.
അതുകൊണ്ട് അവരൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കൂഞ്ഞി കൂടി പോവുക. അതുകൊണ്ട് എന്ത് വേണ്ടി? ഉപദേശം വിശ്വാസിക്ക്. വീട്ടിൽ ഉപദേശമൊന്നുമില്ല, വീട്ടിൽ വേറൊരവസ്ഥ. അങ്ങനെയെങ്കിൽ ഈ നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, ജീവൻ്റെ പദ്ധതി, ദൈവം വന്നത്, യേശു വന്നത് വ്യക്തമായി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് തന്നെ ഇരിക്കണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി, നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശക്തിയോടെ ഇറങ്ങുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, ഒതുങ്ങേണ്ടത് ഒതുങ്ങുവാനും, കർത്താവെ, മാറേണ്ടത് മാറുവാനും ദൈവത്തിൻ്റെ കൃപയും ശക്തിയും അധികമായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന കുടുംബങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവെ, ആധിപത്യം എടുക്കുന്ന വൈശാചിക ശക്തികൾ, ദൈവിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല ശക്തികളെ ശാസിക്കുന്നു. അവ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കലങ്ങി ഇളകി മറിയുന്ന കടലിൽ പോയി ചേരട്ടെ. കുടുംബങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ സ്വസ്ഥമാകട്ടെ. ഉള്ളതിൽ തന്നെ സന്തോഷിച്ച് ജീവിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.